എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടല്ലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സരയു തന്റെ മോളാണോന്ന് ഉള്ള സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് DNA ടെസ്റ്റ് നടത്താനായിട്ട് ഷാരി തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ ഫ്രണ്ടിനെ സമീപിക്കുകയാണ്. സരയുവിന്റെ ഷാരിയുടെ മുടി കളക്ട് ചെയ്ത് അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടിന്റെ കാര്യം, അവൾക്ക് ഇപ്പൊ ഭയങ്കര സംശയം അവളുടെ കൂടെയുള്ള അവളുടെ സ്വന്തം മോളാണോന്ന്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ DNA ടെസ്റ്റ് നടത്തുന്നതെന്ന് പറയാം. പെട്ടെന്ന് എലിസബത്ത് പറഞ്ഞു, അല്ല അവർക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ സംശയം തോന്നാനായിട്ട്? എന്താണെന്നറിയത്തില്ല, അവരുടെ കൂടെയുള്ളവരും അവരുടെ ബന്ധുക്കാരൊക്കെ പറയുന്നു കൂടെയുള്ള സ്വന്തം മോളല്ല, ഇവള് പ്രസവിച്ചു കഴിഞ്ഞ് കുറെ സമയം അബോധാവസ്ഥയിലായിരുന്നേ, അതിനുശേഷം ഇവളുടെ അടുത്തുണ്ടായിരുന്ന കുഞ്ഞ് ഇവളുടെ ആണോ എന്ന് ഇവൾക്ക് ബന്ധുക്കാർക്കോ സംശയം. ഇനിയിപ്പം നേഴ്സുമാർ ആരെങ്കിലും മാറ്റിയോന്ന്. അപ്പൊ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്കും വല്ലാത്ത ടെൻഷൻ. അപ്പൊ സ്വന്തം മോളാണ് സമർത്ഥിക്കേണ്ട അവളുടെ ആവശ്യമല്ലേ, അതുകൊണ്ടാണ് ഈ DNA ടെസ്റ്റ് നടത്താനായിട്ട് അവൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാ. പെട്ടെന്ന് എലിസബത്ത് പറഞ്ഞു, അല്ലൊരു ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ശരി ഇനിയിപ്പോ DNA ടെസ്റ്റ് നടത്തി കഴിയുമ്പം അവരുടെ മോളല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കണം. ഇത് കേട്ടത് ഷാരി ഒന്ന് ഞെട്ടുവാണ്. കണ്ടോ, ഞാനിത് പറഞ്ഞപ്പോ തന്നെ നീ ഞെട്ടിയില്ലേ, അപ്പൊ പിന്നെ ആ അമ്മ അറിഞ്ഞു കഴിയുമ്പോ അവര് ഇതിന്റെ 1000 മടങ്ങ് ഞെട്ടില്ലേന്ന് ചോദിക്കാം. ഷാരി മനസ്സിൽ പറയാ, 1000 മടങ്ങല്ല 10,000 മടങ്ങാണ് ഞാൻ ഞെട്ടാൻ പോകുന്നത് അങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? ഷാരിയോട് എലിസബത്ത് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ, ഈ നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം. ഇത് നടത്തണം, കുഴപ്പമൊന്നുമില്ല, റിസൾട്ട് അറിഞ്ഞാലും ഇനിയിപ്പം അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആ റിസൾട്ട് വരുന്നെങ്കിൽ ഞാൻ അവരോട് ഇതിനെക്കുറിച്ച് പറയാതിരുന്ന പോരെ, അവരുടെ മോളാന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ന് ചെയ്തു തരണമെന്ന് പറയാം. അല്ല എത്ര ദിവസത്തിനുള്ളിൽ ഇതിന്റെ റിസൾട്ട് കിട്ടും? അത് പറയാൻ പറ്റില്ല, അതൊരു കാര്യം ചെയ്യാം, ഞാൻ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിന്നെ ഞാൻ വിളിച്ചോളാം, വിളിച്ച് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോളാം, കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നീട് പ്രകാശിന്റെ അരിയില് ഭാനുമതിയമ്മ ഇരിക്കുകയാണ്. പ്രകാശിനോട് പറഞ്ഞു, കടുത്തു 2-3 ദിവസം കഴിയുമ്പോഴത്തേനും ഇവിടുന്ന് ഡിസ്ചാർജ് ആവും, പിന്നെ നമുക്ക് ജീവിക്കണ്ടേ മോനെ, എന്തേലും ഒരു ജോലി ശരിയാക്കിയിട്ട് തരുള്ളൂ, ഇനി എവിടെയെങ്കിലും പാത്രം കഴുകാൻ പോണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ, എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ, 2 വയറ് കഴിഞ്ഞു പോണ്ടേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രകാശം, അല്ല അമ്മ എന്ത് ചെയ്യാൻ പോവാ, എവിടെയെങ്കിലും പോയി ആരുടെയും എന്തേലും ഒരു ജോലി ചോദിക്കണം, അതോ ഇനിയിപ്പം നിവർത്തിയുള്ളൂ, അല്ലാതെ നിന്റെ മോന് ഇനിയിപ്പം നമ്മളെ നോക്കുന്നുള്ള പ്രതീക്ഷകളൊക്കെ പോയി, അവൻ ജയിലിലല്ലേ, അവൻ ജയിലിൽ നിന്ന് ഏത് കാലത്ത് ഇറങ്ങിയാൽ തന്നെ നമ്മളെ നോക്കുന്ന എന്തേലും ഉറപ്പുണ്ടോ? ഇപ്പൊ തന്നെയാണ് നിന്റെ ഈ അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയല്ലേ, അതുകൊണ്ട് എവിടെയായാലും ജോലിക്ക് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇത് കേട്ടോണ്ടാണ് സോണി അങ്ങോട്ട് വരുന്നത്. സോണി പറഞ്ഞു, പോണം, അങ്ങനെ പോണം, എവിടെയായാലും അടുക്കളപ്പണിക്ക് നിങ്ങൾ പോണം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മോനെയും കൊച്ചുമോനെയും ഒക്കെ നോക്കണം. ഇപ്പം മോനെ നോക്ക്, കൊച്ചുമോൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവരെ നോക്കണം. എല്ലാത്തേനെയും നിങ്ങൾ വളം വെച്ചു കൊടുത്ത നിങ്ങളാ, പിന്നെ നിങ്ങളുടെ കൊച്ചുമോനെ ആ പരുവാക്കി വിട്ടതാരാന്നറിയോ? നിങ്ങളുടെ ഈ കിടക്കുന്ന മോനാ. എല്ലാരും കാരണമാണ് അവൻ ഈ പരുവായത്. എന്റെ ജീവിതം നശിപ്പിച്ചു, എന്റെ മാത്രമല്ല വേറെ എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചു. എന്നിട്ടോ അവന് വല്ല കുലുക്കം ഉണ്ടായിരുന്നോ? അവൻ എന്നിട്ട് തെറ്റും ചെയ്തിട്ട് ഒന്നും അറിയത്തില്ലാത്ത പെട്ടെന്ന് നടക്കും. എല്ലാരും ചോദിക്കുകയാണ്, കറണ്ട് പോയതായിട്ടോ ഇടയ്ക്കുന്നു, ക്ഷമിക്കണം കേട്ടോ. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഭാനുമതി പറയും, മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണമെന്നാ? ഇപ്പൊ തന്നെ നിങ്ങളുടെ മോനും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി ആരെന്നറിയോ? കല്യാണി. അത്രയും വലിയ തെറ്റുകൾ അവളോട് ചെയ്തിട്ട് പോലും അവള് നിങ്ങളുടെ മോനെ രക്ഷിക്കുവരെ. പക്ഷെ ആ നന്ദിയും കടപ്പാടും നിങ്ങൾക്കില്ല. ഇല്ല, അങ്ങനെയൊന്നും പറയരുത്. ആ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടെന്ന് പറയാ. ഈ പറച്ചില് മാത്രമല്ലേ ഉള്ളൂ. അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നിങ്ങൾ അവളെ കുറ്റം പറയുന്നത് എനിക്കറിയാം. ഞാനിത് ആദ്യമായിട്ട് കാണുന്ന കാര്യമൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ഒരിക്കലും മാറാൻ സാധിക്കില്ല. നിങ്ങളുടെ ആ സ്വഭാവം മാറില്ല. എത്രയൊക്കെ നന്മകൾ നിങ്ങൾക്ക് ചെയ്തു തന്നു പറഞ്ഞാലും അങ്ങോട്ട് മാറിയിട്ട് തിരിഞ്ഞു നിന്ന് കൊത്തുന്ന സ്വഭാവം നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും ഗതി പിടിക്കാതെ പോയത്. അല്ല മോളെ, അതല്ല, എനിക്ക് എൻ്റെ മോനും ഇനിയിപ്പോൾ ജീവിക്കണമെങ്കിൽ എവിടെയായാലും എന്തേലും ജോലി കിട്ടിയാൽ മതിയാവുള്ളൂ. അതുകൊണ്ടാ. എവിടെ ജോലി കിട്ടാനാ? ഇനി കിട്ടിയാൽ തന്നെ നിങ്ങൾ ചെല്ല്, വല്ലതും പോയി പാത്രം കഴി നിങ്ങളുടെ മോനെ നോക്ക്, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണി അതൊക്കെ തന്നെയാ എന്നും പറഞ്ഞിട്ട് സോണി ഞങ്ങൾ പോകുന്നതും ഇങ്ങനെയൊന്നും പറയരുത്. എൻ്റെ മോനും വയ്യാതിരിക്കുന്നതെന്ന് അറിയാലോ. ഓ അങ്ങനെയാണോ? ഇനിയിപ്പം ഞാൻ ഇത് പറഞ്ഞിട്ട് നിങ്ങളുടെ മോൻ എന്തേലും സംഭവിക്കുവാണെങ്കിൽ അങ്ങോട്ട് സഹിച്ചു, അങ്ങനെ എന്തേലും നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ, അതൊരു നല്ല കാര്യമല്ലേ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേന്ന് ചോദിച്ചിട്ട് സോണി അങ്ങോട്ട് പോവാണ്. അതെ, പ്രകാശിന്റെ മോഹമൊക്കെയാണോ വലിച്ചു മുറി. മോനെ നീ ഒന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലല്ല, ആദ്യം പിടിപ്പിക്കണ്ട. ഇനി എന്തേലും ആദ്യം പിടിപ്പിച്ച് എന്തേലും ആയി പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, എന്നെ കൊണ്ട് വയ്യ. ഇപ്പൊ തന്നെ വല്ലവരുടെയും കാരുണ്യം കൊണ്ടാ നീ ഇങ്ങനെ ജീവൻ നിലനിർത്തുന്നേ. എത്രയും പെട്ടെന്ന് എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം, ഞാൻ എന്തെങ്കിലും അന്വേഷിച്ചു പോട്ടെ, നമുക്ക് ജീവിക്കണ്ടേ. ഇവിടുന്ന് ഇറങ്ങിയാലും നിനക്ക് പെട്ടെന്നൊന്നും ജോലി ചെയ്യാൻ പോകാൻ പറ്റില്ല. അത് മാത്രമല്ല നിന്റെ മരുന്നിനുള്ള പൈസ ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാനുമതിമ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന ദീപയുടെ അഴിയിലേക്ക് ഭാനുമതിയമ്മ വരുവാണ്. ദീപ വന്നപ്പോൾ ഭാനുമതിയമ്മയെ കണ്ടപ്പോൾ എന്തിനാ നിങ്ങൾ വന്നേന്ന് ചോദിക്കുകയാണ്.
അല്ല മോളെ, ഞാൻ നിന്റെ അമ്മായിമ്മയാണോ? ഓ, അതൊരു പുതിയ അറിവാണല്ലോ എനിക്ക്. അല്ല, നിങ്ങൾ വന്നേരം കാര്യം എന്താന്ന് പറ. ഈ സമയത്ത് അകത്തുനിന്ന് കിരണും കല്യാണി അങ്ങോട്ട് വരുന്നേ. അല്ല, എന്താ അമ്മേ? ദേ ഇവര് വന്നിട്ട് എന്തോ കാര്യം പറയാനായിട്ട് തുടങ്ങുക. എന്ത് കാര്യമെന്ന് എനിക്കറിയില്ല. മോളെ എങ്ങനെയായാലും ഒന്ന് സഹായിക്കണം. എനിക്കറിയാലോ, ഇപ്പൊ തന്നെ ഹോസ്പിറ്റൽ വയ്യാണ്ട അവസ്ഥയിലാണ് നിന്റെ അച്ഛൻ കിടക്കുന്നത്. ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടുപേരുടെ ചെലവ് കഴിഞ്ഞു പോണ്ടേ? പോരാത്തിന് പ്രകാശിന്റെ മരുന്നിന്റെ കാര്യം നോക്കണം. വിക്രം ജയിലില്ലാന്നറിയാലോ. എങ്ങനെയാലും ഒന്ന് രക്ഷിക്കണം. എന്തേലും ഒരു ജോലി ഇവിടെ തരണം. അടുക്കളപ്പണിയാണെങ്കിലും മതി, ഞാൻ ആ പണികളൊക്കെ ചെയ്തോളാം. എനിക്ക് എന്തെങ്കിലും ഒരു കൂലി തന്നാൽ മതി എന്ന് പറയാം. നീ പറഞ്ഞേ ഇവിടെ അടുക്കളപ്പണിയൊന്നുമില്ല, ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള പണിയുള്ളെന്ന് പറയും. അങ്ങനെ പറയരുത് മോളെ, ഞങ്ങൾക്ക് കഴിഞ്ഞു പോകാൻ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. നീ നിങ്ങൾക്ക് വേറെ നിവൃത്തി ഇല്ലാതെ ആക്കിയത് ആരാ? നിങ്ങളെ മോനും കൊച്ചുമോനും ചേർന്നിട്ടാ. എന്തൊക്കെ പരിപാടി ചെയ്തെന്നറിയാവോ? പെട്ടെന്ന് കിരൺ പറഞ്ഞു, ശരിയാ, എന്റെ പെങ്ങളുടെ ജീവൻ നശിപ്പിച്ച അവന്. അത് മാത്രമല്ല ഇപ്പൊ വേറൊരുത്തിരിയും കൂടെ. ശരിയാ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആയിപ്പോയി. ദേ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളോട് ഇറങ്ങി പാൻ നോക്കുന്നു പറയാം. ഈ സമയം കല്യാണി പറഞ്ഞു, പൊക്കോ, ഹോസ്പിറ്റലിലേക്ക് പോക്കോ. ഹോസ്പിറ്റലിൽ ബില്ലിനി എന്തേലും അടയ്ക്കണം, ഞാൻ അടച്ചോളാം. പിന്നെ അവിടെ ഇടയ്ക്ക് കാണാൻ വരുമ്പോൾ ഞാൻ എന്തേലും പൈസ തന്നോളാം. ഇവിടെ ജോലിയൊന്നും ഇല്ല. അങ്ങനെ പറയരുത് മോളെ. കമ്പനിയിലാണെങ്കിലും എന്തേലും ജോലി തന്നാൽ മതി. കമ്പനി ജോലിയൊന്നും ഇല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകാൻ ദീവ് പറയാണ്. ഇവിടെ നിങ്ങൾ ഇനി കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞിട്ട് ആട്ടി ഇറക്കുവാണ് ഭാനുമതിയമ്മേനെ. ഭാനുമതിയമ്മ പോയപ്പോൾ കല്യാണി പറഞ്ഞു, വേണ്ടായിരുന്നു, ഇവിടെ ആളെ നിർത്തിയാൽ മതിയായിരുന്നു. ഇവിടുത്തെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്ത് നിന്നേനും. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണി, അവരിവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെയും കിരണിന്റെയും ജീവിതം അതോടുകൂടി തീർന്നു. അവരുടെ സ്വഭാവം അറിയാലോ. ഇവിടെ പറയുന്ന അവിടെ പോയി പറയുന്ന സ്വഭാവ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം താർന്നു പോകും. ഇതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്നും പറഞ്ഞ് ദീപ അകത്തേക്ക് കയറി പോവാ. പെട്ടെന്ന് കിരൺ കല്യാണ്ട് പറഞ്ഞ്, കേട്ടില്ലേ ആ അമ്മ ഇത്രമാത്രം അവരെ വെറുക്കണമെങ്കിൽ? സാധാരണഗതിയിൽ അമ്മ ആരെക്കുറിച്ചും ഒന്നും പറയാത്ത ആളാ. സ്വന്തം അമ്മായിമ്മനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവർ അത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും, വിഷമിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നീ ഈ ഭാരിച്ച ജോലിയും തലയെ കയറ്റി വെക്കേണ്ട കല്യാണി. അവരെ വിട്ടേരെ, അവരവരുടെ പാട് നോക്കി പൊക്കോട്ടെ എന്ന് പറയാം. പിന്നീട് ഭാനുമതിമ്മ നേരെ ജയിലിലേക്കാണ് പോകുന്നത് വിക്രത്തിനെ കാണാനായിട്ട്. വിക്രത്തെ കണ്ടിച്ചു, മോനെ നിനക്ക് സുഖമാണെന്ന് ചോദിക്കും. സുഖമാണെന്നോ? പരമാനന്ദ സുഖം. നേരത്തെ ഫുഡ് കഴിച്ചാൽ മാത്രം മതി. കയ്യും കഴുകി ഇരുന്ന് കൊടുത്താൽ പോരെ. ഇത്ര സുഖം വേറെ എവിടെ കിട്ടിയെന്ന് ചോദിക്കുക. എടാ, നീ പോന്നെന്ന് വീണ നിന്റെ അച്ഛന് ഇപ്പോഴ് അവന് ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ കല്യാണിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ദേ അവളുടെ കാര്യം മിണ്ടിപ്പോയേക്കല്. അവൾ ഒറ്റ ഒരുത്ത് കാരണം ഇപ്പോഴും എനിക്ക് ഈ അവസ്ഥ ഉണ്ടായെന്ന് പറയാം. എടാ, അങ്ങനെയൊന്നും പറയരുത് മോനെ. നീ ചെയ്തു പോയ തെറ്റുകൾ എത്ര നിനക്കറിയാവോ? നീ ആ സോണിയുടെ ജീവൻ നശിപ്പിച്ചു. സോണിയുടെ മാത്രമല്ല, ആ ശരണിയുടെ, രണ്ടു പേരുടെ തലയിലാണ് നീ തല്ലി പൊളിച്ചത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയാലും നീ മിക്കവാറും മോഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. അതെ, ഒരു 10-14 ദിവസം കഴിയും മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അത് കഴിയുമ്പോൾ മിക്കവാറും ഞാൻ ആ ജോലി തന്നെ തെരഞ്ഞെടുക്കുമെന്ന് പറയാം. എടാ മോനെ, അങ്ങനെയൊന്നും പോവാലെ. നിനക്കറിയാലോ, നിന്റെ അച്ഛനെ എന്നെ നോക്കി നിനക്ക് മര്യാദയ്ക്ക് വന്ന് ജീവിച്ചുകൂടെ? പിന്നെ മര്യാദയ്ക്ക് എന്താണെങ്കിലും കള്ളൻ എന്നുള്ള പേര് കിട്ടി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലോ. എന്നാലും നിന്റെ അച്ഛൻ എത്രമാത്രം പ്രതീക്ഷയായിരുന്നു മോനെ. നിന്നെ രാജകുമാരനെ പോലെ വളർത്തണം എന്ന് ഓർത്തിരുന്ന. നിന്റെ ഫോട്ടോയൊക്കെ പത്രത്തിലും ടി വിയിലും വരണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പൊ വന്നു. പക്ഷേ വന്നപ്പോഴോ അത് കാണാനായിട്ട് നിന്റെ അച്ഛന് സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം നല്ല കാര്യങ്ങളൊക്കെയാണല്ലോ പത്രത്തിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നേ. നിന്നെപ്പോലൊരു കള്ളനെ കുറിച്ച് കേട്ട് കഴിയുമ്പോ നിന്റെ അച്ഛനെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇങ്ങനെ തലതിരിഞ്ഞു പോയി. ഇനിയെങ്കിലും നന്നാവും നോക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെയും പ്രകാശനെ അന്വേഷിച്ച് നീ വന്നേക്കരുത്. അല്ലെങ്കിൽ ആര് വരുന്ന അങ്ങോട്ട്? ഞാനെങ്ങും വരുന്നില്ല എന്ന് പറയാം. വരില്ലെന്നാ പറഞ്ഞേ. ഞങ്ങൾ എങ്ങനെയാലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. നീ ഇനി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും എൻ്റെ മോൻ എന്തേലും സംഭവിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിന്റെ തലവട്ടം അവിടെ കണ്ടേക്കരുത് എന്നും പറഞ്ഞിട്ടാണ് ഭാനുമതി അമ്മ ഇങ്ങോട്ട് പോകുന്നത്. ഈ സമയത്ത് ആവപ്പടെ പ്രാന്ത് പിടിച്ച അവസ്ഥയായി പോയി വിക്രത്തിന്. പിന്നീട് ഭാനുമതി അമ്മ നേരെ ചെല്ലുന്ന ശാരിയുടെ വീട്ടിലേക്കാണ്. ഞാൻ കൂടി എന്ന് കഴിഞ്ഞപ്പോൾ ശാരി, എന്താ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. ഞാനൊരു സഹായം ചോദിച്ചു. എന്ത് സഹായം? എനിക്ക് എന്തേലും ഒരു ജോലി തരണം ഇവിടെ. ഞാൻ എന്തേലും ജോലി ചെയ്ത് ജീവിച്ചോളാം. അറിയാലോ, പ്രകാശ ഹോസ്പിറ്റലാ. അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ടൊരു മാർഗ്ഗമില്ല. അവ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിലാ. ഓ അങ്ങനെയാണോ? ഈ സമയത്താണ് സരിയോ അങ്ങോട്ട് വരുന്നത്. സരി വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മോളെ എങ്ങനെയല്ലോ സഹായിക്കണം. ഞാൻ തെണ്ടാൻ വേണ്ടി വന്നാ. അതെ, വേറൊരു നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി കുറച്ച് പണം വേണം. അതിനു വേണ്ടി വന്നാന്ന് പറയാം. ഓ അതാണോ? പെട്ടെന്ന് സരി പറഞ്ഞു, ഞാൻ പോയി എന്തേലും എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശാരി പറഞ്ഞു, നിങ്ങളെ ഈ വിധവാക്കിയത് ആരാ? നിങ്ങളുടെ കൊച്ചുമോളല്ലേന്ന് ചോദിക്കുക. അതെ, അവള് തന്നെയാ. എന്റെ വിക്രത്തിനെ ജയിലിലാക്കിയതും അവള് തന്നെയാ. അതുകൊണ്ട് അവൾ അനുഭവിക്കും ഇതിനുള്ളത്. അവൾക്ക് ഇതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളൂ എന്ന് പറയാണ്.
എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അറിയാവോ? ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അവൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ അവന് മരുന്ന് വാങ്ങണം, എല്ലാത്തിനും പണം വേണം. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയത്. ആദ്യം അപ്പുറത്താ ചെന്നേ, പക്ഷെ അവരെന്നെ ആട്ടി ഇറക്കുക ചെയ്തേ. കല്യാണിയും കിരണമല്ല, എൻ്റെ മരുമോളെ എന്നെ ആട്ടി ഇറക്കിയത്. പെട്ടെന്ന് സരയു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ശരിയാ, ഇപ്പൊ അവർക്ക് ഇച്ചിരി തലക്കനം കൂടിയിട്ടുണ്ട്. മകൾക്ക് ഇച്ചിരി സ്വത്തുള്ളതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്ര തലക്കനം കൂടാറ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ശാരിയും പറഞ്ഞു, ശരിയാണ്, അവർക്ക് ഇച്ചിരി അഹങ്കാരം കൂടാറാ. എനിക്കറിയാൻ മോളെ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ശരി അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കുക. എന്തേലും ജോലി കിട്ടുമെന്ന് ഓർത്താ ഇങ്ങോട്ട് വന്നത്. ഏയ്, സരയു പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നിങ്ങൾ ഇവിടെ നിന്നോ, ഇവിടുത്തെ അടുക്കളപ്പണിയൊക്കെ ചെയ്തിവിടെ നിന്നോളാൻ പറയണ. സത്യമാണോ മോളെ നീ പറയണേ? അതെ, ഞാൻ അപ്പുറത്തെ കല്യാണിയേക്കാളും കൂടുതൽ സ്നേഹിച്ച നിന്നെയാ. അതിന്റെ നന്മ നീ ഇപ്പൊ കാണിച്ചത്. പിന്നെ നിങ്ങളിവിടെ നിൽക്കുന്നതിനുള്ള ശമ്പളമൊക്കെ നിങ്ങൾക്ക് തന്നോളാം. നിങ്ങൾക്ക് വീട്ടിൽ പോയി വന്ന് നിൽക്കാം. മനസ്സിലായെന്ന് ചോദിക്കാം. മനസ്സിലായ മോളെന്ന് പറഞ്ഞ് കൈ കൂപ്പി തൊഴുത് അങ്ങോട്ട് പോവാണ്. പ്രകാശൻ ഡിസ്ചാർജ് ആയതിനു ശേഷം ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ സരയെ പറഞ്ഞു, അപ്പുറത്തെ അവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അടിയായത്. കാരണം അവളെ കൊണ്ട് ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ അവളെ കിട്ടിയില്ല, അവളുടെ അമ്മൂമ്മനെ കിട്ടി. ഇവരെ വെച്ച് വേണം നമുക്കിനി അവളെ തകർക്കാനെന്ന് പറഞ്ഞിട്ട് സരയോ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.